ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അറ്റ്ലാന്റ മലയാളീസിന് മാത്രമല്ല എല്ലാവർക്കും, ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു മലയാളി റെസ്റ്റോറൻ്റാണ് ചാക്കോസ് ഉടുപ്പി ഇന്ത്യൻ ക്വിസീൻ റെസ്റ്റോറൻറ്റ്. ഏകദേശം മിഡ് ടൗണിൽ നിന്നാണെങ്കിൽ ഒരു 35-40 മിനിറ്റ്, നോർത്ത് ക്രോസിൽ നിന്നാണെങ്കിലും അത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ദൂരത്തിലാണ് ഈ ചാക്കോസ് ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ കേരള സ്റ്റൈൽ ബഫേ ലഞ്ച് അവൈലബിൾ ആണ്. അതും ഒരാൾക്ക് $20 താഴെ വയറ് നിറയെ രുചികരമായ ഭക്ഷണം. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി, ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ കരുതി ഫുഡ് അവിടെ നിന്ന് കഴിക്കാം. ഏകദേശം 12 മണിയായപ്പോൾ എത്തി. ആദ്യം തന്നെ അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം, ഹേസൽ ഡ്രിങ്കിൻ്റെ പുറകെയാണ്. പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ലോണം. ഡ്രിങ്കിന് ശേഷം നമുക്ക് അവിടെ ലൈവായിട്ട് പാലപ്പം ലൈവായിട്ട് ഉണ്ടാക്കിത്തരും. ഏകദേശം നല്ല നമ്മുടെ നാടൻ പാലപ്പം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് എന്തൊക്കെയാണ് അവിടുത്തെ വിഭവങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാൻ വഴി. ചിക്കനുണ്ട്, ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ നാടൻ പഴംപൊരി ഉണ്ട്, പിന്നെ അവിടെ കപ്പയുണ്ട്, കപ്പ നല്ല വേവിച്ച കപ്പ, പിന്നെ പുലാവുണ്ട്, നമ്മുടെ നാടൻ റൈസ്, രണ്ടും അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണേലും കഴിക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, പിന്നെ പോർക്ക് അവൈലബിൾ ആണ്. പോർക്ക് ഏകദേശം നമ്മുടെ ബീഫ് ഒലത്തിയ പോലെ തന്നെ പോർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കൊഞ്ച്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ഒലത്തിയത്, പിന്നെ ഫിഷ് കറി. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡ്. പിന്നെ മലബാർ ഗോട്ട് കറി, ഗോട്ട് ഇഷ്ടമുള്ളവർക്ക് ഗോട്ട്. പിന്നെ മസിൽ മീറ്റ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെ മീൻ വറുത്തത്, പിന്നെ ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കോട്ടി, പിന്നെ തോരന്, സാമ്പാർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഒരു വെജിറ്റബിൾ ഊണിനും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ അവൈലബിൾ ആണ്. മോരുണ്ട്, പച്ചടിയുണ്ട്, അച്ചാറ്, പപ്പടം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്വീറ്റ് ഡിഷിൻ്റെ ഭാഗമായി സ്ട്രോബെറി മോസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ട്. കഴിച്ച പാത്രത്തിൻ്റെ വൃത്തിയൊന്നും നോക്കണ്ട. ഫുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അന്യായ ഫുഡാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഒരു $20 താഴെ നല്ലോണം കഴിക്കാൻ പറ്റിയ നല്ല ഫുഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അറ്റ്ലാന്റ മലയാളീസിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു.